ഹലോ മൈ പീപ്പിൾ, കുറെ പേര് പറയുന്നുണ്ട് ഫെയ്ഡ് ഒന്നും ക്ലീൻ ആവുന്നില്ല, പ്രോപ്പർ ആവുന്നില്ല. അതിന്റെ ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ അത് ദി ഗാർഡ്സ്, ക്ലിപ്പറിന്റെ ഗാർഡ്സ് പ്രോപ്പർ യൂസ് അല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫെയ്ഡ് ക്ലീൻ ആവാത്തത്. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിപ്പറിന്റെ കമ്പനിക്കാര് ഈ ഗാർഡ്സ് ഒക്കെ തന്നേക്കുന്നത് ഒരു റീസൺ വേണ്ടി, ഇതൊരു അളവ് പോലാണ്. ഇപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, നിങ്ങൾക്ക് ഒരു ബോക്സ് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോക്സ് വരയ്ക്കാൻ പറ്റും, ഓക്കെ. അതേസമയം സ്കെയിൽ കൊണ്ടാണ് നിങ്ങൾ അളന്ന് ബോക്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആവും. അതുപോലെ തന്നെയാണ് ഈ ഗാർഡ്സിന്റെ കേസിലും 1, 2, 3, 4 അതുപോലെ തന്നെ 0.5 അതുപോലെ തന്നെ 1.5 എന്ന് പറഞ്ഞിട്ട് ഗാർഡ് നിങ്ങൾക്ക് ക്ലിപ്പറിന്റെ കമ്പനിക്കാർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്ലീൻ ഫെയ്ഡ് കിട്ടുള്ളൂ, ഓക്കെ. അപ്പൊ നമ്മളിവിടെ സാധാരണ ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഇടും, ദെൻ 1 ഇടും, ദെൻ നേരെ പോകുന്ന എന്താന്ന് വെച്ചാൽ സിസർ കൊണ്ട് ബ്ലെൻഡിങ് ചെയ്യാനാണ് നോക്കുന്നത്, സിസർ കൊണ്ട്, ഓക്കെ. അപ്പോൾ ഈ സിസർ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഫെയ്ഡ് ക്ലീൻ ആവാനായിട്ട് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിസർ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബ്ലെൻഡിങ്ങും പ്രോപ്പർ ആവും, പക്ഷെ ഫെയ്ഡ് ക്ലീൻ ആവാൻ ചാൻസ് കുറവാണ്, ഓക്കെ. അതായത് ഫെയ്ഡിങ് ക്ലീൻ ആവുന്നത് വേറെ, ബ്ലെൻഡിങ് ക്ലീൻ ആവുന്നത് വേറെ. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റ് ആ സ്റ്റെപ്സ് നമുക്ക് ലൈൻസ് വിസിബിൾ ആവുന്നത് ബ്ലെൻഡ് ആവുന്നേ ഉള്ളൂ. പക്ഷെ ഫെയ്ഡ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1, 2, 0.5, 1.5 ഒക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 0 കഴിഞ്ഞ് 0, 1, 2, 3 ആണോ 4 ആണോ ഏതാണോ ഇടുന്നത് അത് ഓരോ ഈക്വൽ അളവിലായിരിക്കണം. ഇപ്പൊ 0 ഒരു അളവ്, അതുപോലെ തന്നെ അതേ അളവിലായിരിക്കണം 1.5 അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1, 2, 3 ഇതൊക്കെ ഈക്വൽ അളവിൽ ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ക്ലീൻ ഫെയ്ഡ് കിട്ടുള്ളൂ. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഈ പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പല സ്ഥലങ്ങളിലും കട്ട് ചെയ്യാൻ രാവിലെ തൊട്ട് വൈകുന്നേരം കട്ട് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവര് സ്വയം പഠിക്കാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്പെൻഡിങ് കുറവാണ്, ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ക്ലീൻ ആവണം, നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന കാര്യം, ഹെയർ കട്ട് ഇതൊക്കെ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയേ പറ്റൂ. സോ ഈ ഒരു കാര്യം 1, 2, 3 ഗാർഡ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഗാർഡ്സ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് ഫെയ്ഡ് ക്ലീൻ ആവുമെന്ന് അത് പോസിബിൾ അല്ല. സോ ഇതാണ് നമ്മുടെ അളവ്, ഇതെല്ലാം ഒരു മെഷർമെന്റ് സ്കെയിലാണ്. ഈ സ്കെയിൽ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്താലേ കാര്യമുള്ളൂ. നെക്സ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്യാം. യെസ്, ബൈ.